ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഴയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ കർത്താവ് കൃപ നൽകുന്നു എന്നുള്ളതോർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഗിരിപ്രഭാഷണത്തിലുള്ള പഠനത്തിലെ ഒരു പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വിജയകരമായ സാഹോദര്യ ബന്ധത്തെ സംബന്ധിക്കുന്നതായ വളരെ മനോഹരമായ ചില സത്യങ്ങൾ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ പാഠത്തിൻ്റെ ആമുഖ സത്യങ്ങൾ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. സാഹോദര്യബന്ധം വിജയകരമായി സൂക്ഷിക്കുക എന്നുള്ളത് അതിൽ തന്നെ വളരെ മനോഹരമാണ്, സൗരഭ്യപൂർണമാണ് എന്നീ സത്യങ്ങൾ 131-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിച്ചുവല്ലോ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ വലിയ സത്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ അടുത്തിരുന്ന് വചനം കേൾക്കുന്ന ശിഷ്യന്മാർ നല്ല സാഹോദര്യ ബന്ധം സൂക്ഷിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്നുള്ളത് നമുക്ക് ചേർത്ത് ഓർക്കാനായിട്ട് സാധിക്കും. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ അനൈക്യതയും ഒക്കെ കർത്താവിനെ വേദനിപ്പിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം അവർ വലിയവൻ ആരാണ് എന്നുള്ളതായ തർക്കവും ഒക്കെ നിലനിന്നിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ശിഷ്യന്മാർ തന്നെ സാഹോദര്യ ബന്ധത്തിൽ ജയാളികളായിട്ട് ജീവിക്കണം എന്നുള്ളതായിരിക്കാം നമ്മുടെ കർത്താവ് ഈ സത്യം വിശദീകരിച്ചപ്പോൾ പ്രഥമമായിട്ടും ആഗ്രഹിച്ചത് എന്ന് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഗിരിപ്രഭാഷണം കഴിഞ്ഞകാല ചരിത്രത്തിൽ വിശ്വാസികളും അവിശ്വാസികളും ധാരാളം വായിക്കാനും അനേകർ പ്രശംസിക്കാനും ഒക്കെ ഇടയായി തീർന്നിട്ടുള്ളതായൊരു പ്രസംഗമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ദൈവമക്കളായ നമ്മിൽ നല്ല സാഹോദര്യ ബന്ധം സൂക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അത് ധാരാളം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒടുവിലത്തെ രാത്രിയിലെ പ്രസംഗമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 13, 14, 15, 16 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് ഇത്രയും നാൾ ഇവരോടുകൂടെ ആയിരുന്നിട്ടും ഏറ്റവും ഒടുവിലത്തെ രാത്രിയിൽ അവരോട് ആവർത്തിച്ച് പറയുന്നതായ കാര്യം, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. 13-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ അത് കർത്താവ് പറഞ്ഞു. പിന്നെ 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം പിന്നെയും കർത്താവ് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, 3.5 വർഷം കർത്താവ് അവരോട് കൂടെ ആയിരുന്ന് അവർക്ക് ധാരാളം ഉപദേശങ്ങൾ പകർന്ന് കൊടുത്തിട്ട് കർത്താവിൻ്റെ ജീവിതം അവർ കണ്ട് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടും ഈ മേഖലയിൽ അവർക്ക് അത്ര ജയാളികളായിട്ട് തീരാൻ സാധിച്ചില്ല എന്നുള്ളത് നാമും വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് നൽകിയതായ ഈ പ്രബോധനം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് വിജയകരമായിട്ട് ജീവിച്ച് സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ.
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആമുഖവാക്കുകൾ പറഞ്ഞപ്പോൾ 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വാക്യത്തിൽ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചാൽ അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. അതിനെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഒരു വീട്ടിലോ ഒരു സഭയിലോ ഒക്കെ ഐകമത്യം നൽകുവാൻ ദൈവം തൻ്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിനെ തടയാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ദൈവം തൻ്റെ കരങ്ങൾ ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതായൊരു വലിയ ജോലിയുണ്ട്. ആ ജോലി എന്താണ്? ദൈവം തൻ്റെ കരങ്ങൾ ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ജോലിയുണ്ട്. ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുന്നില്ലേ? ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ പ്രാർത്ഥന കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വളരെ സങ്കീർണമാണെന്ന് നമുക്ക് തോന്നുമ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാനും പ്രാർത്ഥിക്കാനും സാധിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിപ്പിക്കപ്പെടാനും ഐകമത്യത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയായിട്ട് തീരും എന്നുള്ളത് നാം അവിടെ ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അവർ ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിക്കപ്പെട്ടപ്പോൾ അവരിലുണ്ടായ വലിയ നിർണയം നമ്മൾ കാണുന്നത് യഹോവയുടെ വചനം അനുസരിച്ച് നടക്കേണ്ടതിന് ഐകമത്യപ്പെടാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അവിടെ ചുവട് പിടിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. നമ്മുടെ കർത്താവ് ഇവിടെ നൽകുന്നതായ ഈ ഉപദേശം വളരെ കൃത്യമായി അനുസരിച്ച് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാനുള്ള നിർണയത്തിലേക്ക് നമുക്കെല്ലാവർക്കും വരാനായിട്ട് സാധിക്കേണ്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് നൽകിയ ഈ ഉപദേശം കൃത്യമായിട്ട് അനുസരിച്ചാൽ വിജയകരമായ സാഹോദര്യ ബന്ധം സൂക്ഷിക്കപ്പെടാൻ സാധിക്കും എന്നുള്ളത് തർക്കരഹിതമായിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സത്യം പഠിക്കാനിടയായിട്ട് തീരുമ്പോൾ കർത്താവെ ഞാൻ ഈ വചനം അനുസരിക്കുവാൻ ഒരുക്കമാണ് എന്നുള്ളതായ ആ മനോഭാവത്തോടും സമർപ്പണത്തോടും കൂടെ നമുക്കിത് ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം എന്നാഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കതൊന്ന് ഒടുവിൽ വായിച്ച് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ സമയം ഒത്തിരി പോയതുകൊണ്ട് അത് വായിക്കാതിരിക്കുകയായിരുന്നു. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയുടെ കൂടെ വഴിയുള്ളപ്പോൾ തന്നെ കേരളത്തിൽ അവരോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാതെ പ്രതിയോഗിന്റെ ന്യായാധിപൻ സേവകനും വ്യക്തിത്വ നീ തടവിലായിപ്പോകും. ഹൃദയത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലായി ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പം നമ്മുടെ കർത്താവ് ഈ ഉപദേശം നൽകുമ്പോൾ ഈ ഉപദേശം പ്രായോഗികമാക്കുന്ന വ്യക്തികൾക്ക് വിജയകരമായിട്ട് സാഹോദര്യ ബന്ധം
സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, സാഹോദര്യ ബന്ധത്തിൽ ഉലച്ചിലുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം ഈ പ്രബോധനത്തിൽ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് അങ്ങനെ ഉണ്ടായാൽ അത് പരിഹരിച്ച് ക്രമപ്പെടാനുള്ള പ്രബോധനം ഈ വേദഭാഗത്ത് വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിജയകരമായ സാഹോദര്യ ബന്ധത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും വേണമെങ്കിൽ ഈ വാക്യങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടും എപ്പോഴും വിജയകരമായിട്ട് നിൽക്കണം എന്ന് നിർബന്ധമില്ല. ഇതിൽ വീഴ്ച വന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വീഴ്ച വന്നാലുള്ള പരിഹാര നിർദ്ദേശത്തിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നൽകിയ ഉപദേശം സൂക്ഷിച്ചാൽ വീഴ്ച വരാതെ വിജയകരമായിട്ട് സാഹോദര്യബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അഥവാ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് വരികിൽ ആ വീഴ്ചയിൽ തുടരാനിടയായിട്ട് തീരാതെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനും പരിഹാരം കണ്ടെത്താനും സാധിക്കണം എന്നുള്ളത് ഒറ്റ വായനയിൽ നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ഈ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കങ്ങനെ പരിഹാരം കണ്ടെത്തേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 21-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിലെ 6-ാമത്തെ കൽപ്പന നമ്മുടെ കർത്താവ് ഉദ്ധരിക്കുകയാണ്. കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചതായൊരു സത്യം ഇവിടെ നമുക്ക് ചേർത്ത് ഓർക്കാനായിട്ട് സാധിക്കണം. വാക്യം 17-ൽ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നതുപോലെ ന്യായപ്രമാണത്തെ അഴിക്കാനെല്ലാം ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് കർത്താവ് വന്നത് എന്നുള്ളതായ കാര്യം ഈ 21-ാമത്തെ വാക്യത്തിൽ ആ കൽപ്പന ഉദ്ധരിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. നമുക്കറിയാം, ന്യായപ്രമാണത്തിലെ 10 കൽപ്പനയിൽ 6-ാമത്തെ കൽപ്പന നമ്മൾ വായിക്കുമ്പോൾ ഇത്രയും വിശദീകരണം അവിടെ ഇല്ല. വേണമെങ്കിൽ വളരെ ചെറുതായി പറഞ്ഞിട്ടൊരു കൽപ്പനയാണത്. എത്രയേ ഉള്ളൂ? കുല ചെയ്യരുത്. അപ്പോൾ വളരെ ചെറിയ വാക്കുകളിലാണ് ആ കൽപ്പന എഴുതി കിട്ടിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിന്ന് പകലിൽ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തൊരു കാര്യം, നമ്മുടെ കർത്താവ് കുല ചെയ്യരുത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കുല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്നുള്ളതായ ആ സത്യം എത്രയോ വ്യക്തമായി കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്, ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ആ ന്യായപ്രമാണത്തിലെ ആ കൽപ്പന എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല, ആ കൽപ്പന ലംഘിക്കുന്നതിനാലുള്ളതായ ഗൗരവതരമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ
ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവവചനത്തിൽ ചില കൽപ്പനകളൊക്കെ പറയുമ്പോൾ ആ കൽപ്പനയോട് ചേർന്ന് അത് ലംഘിച്ചാലുള്ള ശിക്ഷയെ സംബന്ധിക്കുന്ന വ്യക്തമായ വെളിപ്പെടുത്തലുണ്ട് എന്നുള്ളത് നമുക്ക് ലളിതമായിട്ട് നാം ഉൾക്കൊള്ളുന്നതായ ഒന്നാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ കൽപ്പന ഏതാണെന്ന് നമുക്കറിയാമല്ലോ. 2-ാം അധ്യായത്തിൽ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അതാണ് നമ്മൾ ആദ്യം കാണുന്നതായ കൽപ്പന. അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ആ കൽപ്പനയുടെ ലംഘനം എത്ര ഗൗരവതരമായ ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമ്മുടെ കർത്താവ് അവിടെ കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ്. ഒരു കൽപ്പന കൂടി എൻ്റെ മനസ്സിൽ വരുന്നു, അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തിൽ സൂക്ഷിക്കേണ്ടുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കൽപ്പന ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വരാവുന്ന ഗുരുതരമായ 2 മേഖലയിലുള്ള പാപത്തെക്കുറിച്ച് എടുത്ത് പറയുകയാണ്. വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. അടുത്ത വാചകത്തിൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തിൻ്റെ ഗൗരവവും ആ പാപത്തിൻ്റെ ശിക്ഷയുടെ മുന്നറിയിപ്പും എത്രയോ വ്യക്തമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് പറയുന്നതായ കാര്യം, ഈ 6-ാമത്തെ കൽപ്പന കർത്താവ് പറഞ്ഞിട്ട് അതോട് ചേർന്ന് അതിൻ്റെ ശിക്ഷയുടെ ഗൗരവം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ലോകത്തിൽ പൊതുവെ പ്രത്യേകിച്ച് നിയമങ്ങളിലൊക്കെ ഓരോ രാജ്യത്തും ഓരോ സംസ്കാരങ്ങളിലും വ്യത്യാസമുണ്ട് എന്നിരിക്കലും ഈ പാപത്തിൻ്റെ ശിക്ഷയെ സംബന്ധിക്കുന്ന ഒരു സാമാന്യ ധാരണ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആ ധാരണയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാനുള്ള കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് ഈ പാപത്തിൻ്റെ ഗൗരവം വളരെ വ്യക്തമായി വേദപുസ്തകം കയ്യിൽ കിട്ടാത്ത ആളുകൾക്കും അവരുടെ മനസാക്ഷിയിൽ രേഖപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മളിതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ വാക്കുകളിൽ ഈ പാപത്തിൻ്റെ ഗൗരവം വളരെ കൃത്യമായി വെളിപ്പെടുത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആ വാക്കുകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശമൂവേൽ ആഗാഗിനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കട്ടെ. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്ന് ശമൂവേൽ പറഞ്ഞു. അപ്പോൾ എന്ത് ഗൗരവമായിട്ടാണ് ഈ ആഗാഗിൻ്റെ മേലുള്ളതായ മരണശിക്ഷ വിധിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം, ആഗാഗ് ഒരു വലിയ സന്തോഷത്തോടു കൂടിയാണ് വരാനിടയായിട്ട് തീർന്നത്. 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സന്തോഷഭാവത്തോടെ മരണഭീതി നീങ്ങിപ്പോയി എന്ന്
പറഞ്ഞാണ് ആഗാഗ് ശമൂവേലിൻ്റെ മുമ്പിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ശമൂവേൽ ഒരു പ്രവാചകനുമാണല്ലോ, ദൈവഭക്തനായ ഒരാളാണല്ലോ എന്നൊക്കെയുള്ളതായ ആശ്വാസവും ഈ രാജാവിനുണ്ടായിരുന്നു എന്നു വേണം കരുതുവാൻ. പക്ഷേ ഞാൻ വളരെ ഭയത്തോടെ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നതായ ഒരു കാര്യം, ശമൂവേൽ വളരെ ദൈവഭക്തനാണ്, വളരെ നന്നായിട്ട് തൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് ദൈവഭക്തിയുടെ ബാല്യം മുതൽ ജീവിച്ച ആളാണ്. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ആഗാഗിൻ്റെ മേലുള്ള ശിക്ഷയുടെ ഗൗരവം കുറയുകയല്ല ചെയ്തത്, അത് വളരെ ഗൗരവമായി നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ പാപത്തിൻ്റെ ശിക്ഷ അതിൽ തന്നെ എത്രയോ ഗൗരവതരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് സത്യങ്ങളൊന്ന് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. എവിടെ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ഉത്തരം പറയാമോ? അവിടെ സ്ഥലപ്പേരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗിൽഗാലിൽ വെച്ചാണ് ഈ ശിക്ഷ നടപ്പാക്കിയത്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ഉത്തരവാക്യത്തിൽ ഉണ്ട്, അത് പറയാമോ? യഹോവയുടെ സന്നിധിയിൽ വെച്ചാണ് ഈ ശിക്ഷ നടത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ വളരെ ഭയത്തോടെ ഓർത്തതായ ഒരു കാര്യം, ചില ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുന്നതായൊരു കാര്യമാണിത്. ശമൂവേൽ ഇത്ര ഗൗരവമായിട്ട് ഈ ശിക്ഷ നടത്താൻ ഇടയായിട്ട് തീരുമ്പോൾ ശമൂവേലിൻ്റെ മനസ്സിനെ ഭരിക്കുന്നതായ കാര്യം, ഞാൻ ഈ നടത്തുന്ന ശിക്ഷ ആർക്ക് പ്രസാദകരമായിട്ട് തീരണം? ആർക്ക് പ്രസാദകരമായിട്ട് തീരണം? യഹോവയ്ക്ക് പ്രസാദകരമായിട്ട് തീരണം. കാര്യം ഇവിടെ ചെയ്യാൻ പോകുന്നതായ കാര്യം വളരെ അസാധാരണമായിട്ടുള്ളതായ കാര്യമാണ്. അത് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അനേകരെ കൊല ചെയ്ത ഗുരുതരമായ പാപം തന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് വളരെ കൃത്യമായി സന്ദർശിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇവിടെ ഞാനൊരു ദൂത് പങ്കിടണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുന്ന ശിക്ഷയെ ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുകയുള്ളൂ. ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് പ്രബോധനം ഉൾക്കൊണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏലി തൻ്റെ മക്കളെ ശാസിച്ച വാക്കുകളൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ആ വാക്കുകൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഏലി ഒടുവിൽ ദൈവം കുറ്റപ്പെടുത്തുന്നത് എന്താണ്? നീ നിൻ്റെ മക്കളെ ശാസിച്ച് അമർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഏലിയുടെ വാക്കുകൾ, ശാസന വാക്കുകളിൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ദൈവത്തിന് പ്രസാദിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്, മക്കളെ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളത് വേദപുസ്തകത്തിലെ കൃത്യമായിട്ടുള്ള കൽപ്പനയാണ്. ശിക്ഷണമൊക്കെ നമ്മുടെ പല ആളുകൾ ഇപ്പോൾ പോയി താമസിക്കുന്ന രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യവുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഏത് രാജ്യത്തെ നിയമം
മാറി വന്നാലും ദൈവത്തിൻ്റെ നിയമത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളത് പ്രാർത്ഥനാപൂർവം ചിന്തിച്ച് പാലിക്കണം. പാലിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആ രാജ്യത്തു നിന്ന് പോന്നോളണം. കാരണം ദൈവത്തിൻ്റെ നിയമവും ഒരു രാജ്യത്തും മയപ്പെടുത്താനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ശിക്ഷണം അത് യഹോവയുടെ സന്നിധിയിൽ നിർവഹിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഈ കൊല ചെയ്യരുത് എന്നുള്ളതായ ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്രയും വരെ അധപ്പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകുന്നതായ വളരെ ഗൗരവതരമായ ഈ സന്ദേശം നമുക്ക് സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ആഗാഗിൻ്റെ മേൽ നടത്തിയതായ, ഭക്തനായ ശമൂവേൽ നടത്തിയതായ ഈ ശിക്ഷ എത്ര ഭയത്തോടുകൂടി ദൈവത്തിനിത് പ്രസാദകരമായി തീരണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടും ഭയത്തോടും സമർപ്പണത്തോടും കൂടിയാണ് നിർവഹിപ്പാനിടയായിട്ട് തീർന്നത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നടത്തുന്ന ശിക്ഷകൾ യഹോവയുടെ സന്നിധിയിൽ യഹോവയ്ക്ക് പ്രസാദകരമായ നിലയിൽ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. ഈ സംഭവത്തിൻ്റെ പിൻപിൽ നാം സാധാരണ ചിന്തിക്കാനുള്ളൊരു കാര്യമുണ്ട്. അതിവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ കടന്നു പോയപ്പോഴും ആ സത്യം ഓർത്ത് കാണാനുള്ളതായ സാധ്യതയുണ്ട്. കാരണം അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതായൊരു സന്ദേശമാണ്. എങ്കിലും ഞാൻ അവിടെ നിന്ന് ചില വാക്കുകൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അമാലേക്യരുടെ പാപത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായ വാക്കുകളാണ് 15-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഓർക്കുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ഈ ചരിത്രഭാഗത്ത് വന്നപ്പോൾ അതൊന്ന് പരാമർശിക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് ഓർപ്പിക്കുകയാണ്. 2-3 വാക്യങ്ങൾ ഞാനങ്ങ് വായിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ, ഞാൻ അടുത്ത വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടാണ് അടുത്ത വാക്യത്തിൽ ശൗലിനോട് പറഞ്ഞത്, ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളക. നമുക്ക് നല്ല പരിചയമുള്ള വാക്യം. പക്ഷേ അവരുടെ പാപം ദൈവം ഓർമ്മപ്പെടുത്തിയിട്ട് ഈ പാപത്തിന് എന്ത് ശിക്ഷ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ശൗലിനോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ 2 വാക്യങ്ങൾ ചേർത്ത് വായിച്ചതിനൊരു താല്പര്യമുണ്ട്. ഇവരുടെ പാപം ദൈവം വ്യക്തമാക്കി. അത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്ന പാപമാണ് എന്നുള്ളത് പറഞ്ഞു. ഈ കുറിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞത് ശൗലിനോട് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നീ ഈ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അയവായിട്ടൊന്നും ചിന്തിക്കണ്ട. കാരണം ഞാനിത് വളരെ കൃത്യമായി കുറിച്ച് വെച്ചിട്ടുള്ളതായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് നീ ഇതിൻ്റെ ശിക്ഷ അമാലേക്കർക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്
വളരെ കൃത്യമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്, വ്യക്തമാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സത്യം ഒന്ന് ഊന്നി പറയുകയാണ്. മക്കളെ ശിക്ഷിക്കുന്ന ബന്ധത്തിലുമൊക്കെ മാതാപിതാക്കൾ തങ്ങൾക്ക് ബോധിച്ചുകയൊക്കെ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഓരോ പാപത്തിനും അതിൻ്റെ ഗൗരവത്തിൽ നൽകേണ്ടുന്ന ശിക്ഷയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളതായ ചരിത്രവും കൽപ്പനകളും നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് വാക്യം ചേർത്ത് പറഞ്ഞുകൊണ്ട് താല്പര്യപ്പെടുന്ന കാര്യം, ശിക്ഷിക്കാനുള്ളതായ പാപവും അതിന് കൊടുക്കേണ്ട ശിക്ഷയും ദൈവാത്മാവ് വ്യക്തമാക്കുമ്പോൾ അതുപോലെ കൃത്യമായിട്ട് അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ശൗൽ അനുസരിച്ചു, പക്ഷെ കൃത്യമായിട്ടല്ല അനുസരിച്ചത്. പക്ഷെ ശൗൽ വന്ന് പറഞ്ഞു, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ശമൂവേൽ വ്യക്തമാക്കേണ്ടി വന്നു, ഇല്ല, നീ അനുസരിച്ചത് ശരിയായിട്ടല്ല എന്നുള്ളത് തിരിച്ച് പറയേണ്ടി വന്നു. ഞാനിന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, നമ്മെ കർത്താവ് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതേറ്റവും ശരിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഉറപ്പ് വരുത്തിക്കൊള്ളണം. നമ്മളതിൽ മയപ്പെട്ടാൽ കൽപ്പന തന്നവൻ നമ്മെ കുറ്റപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. ഇതിന് വേറൊരു ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ പ്രസിദ്ധീകരിച്ച സഭയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വളരെ വലിയൊരു പാഠം, ഏറ്റവും വലിയ പാഠം സഭയിൽ ശിക്ഷണം എന്നുള്ളതായ പാഠമാണ്. അപ്പോൾ സഭയിൽ, ആത്മീയ കുടുംബമായ സഭയിൽ ശിക്ഷണമുണ്ട്, ശിക്ഷണ നടപടികൾ ഉണ്ട്. അപ്പോൾ ഓരോ പാപത്തിനും എന്തൊക്കെ ശിക്ഷയും ശിക്ഷണവുമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വായിച്ച രണ്ട് വാക്യങ്ങളെ മുൻനിർത്തി ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സത്യം കൽപ്പനയായിട്ട് തരാനിടയായിട്ട് തീർന്നാൽ ആ കൽപ്പനയെ മയപ്പെടുത്താനൊന്നും നമുക്ക് അനുവാദമില്ല. അതേറ്റവും ശരിയായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നാം ഈ കൽപ്പന തന്നവനാൽ കുറ്റപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപവും പാപത്തിൻ്റെ ശിക്ഷയും അതിൽ തന്നെ എത്രയോ ഗൗരവതരമായ സത്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളൊക്കെ വായിച്ച വേദഭാഗമാകൊണ്ട് ഞാൻ 2-3 കുറിപ്പുകൾ ആ വേദഭാഗത്തു നിന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. ഒന്നാമത്തെ കുറിപ്പ്, ദൈവം പാപം കുറിച്ച് വയ്ക്കുകയാണ്. നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഞാനതൊന്ന് അടിവരയിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ വരുന്ന ലംഘനങ്ങൾ കുറിച്ച് വയ്ക്കുകയല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാണ്? ലംഘനങ്ങളുടെ ഫോട്ടോ സഹിതം നമ്മുടെ കയ്യിൽ എത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അതും കാണുമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. കുറിച്ച് വയ്ക്കിച്ച രേഖ വായിച്ച് കേൾപ്പിക്കണമെന്ന് ആവശ്യം വരികയില്ല എന്നിന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതെത്രയോ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ദൈവം ഒരു ലംഘനത്തെ, പാപത്തെ എത്ര ഗൗരവമായിട്ട് കാണുന്നു. ഇത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അതൊക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി. ന്യായാധിപന്മാരുടെ കാലവും കഴിഞ്ഞു, ആദ്യത്തെ രാജാവിൻ്റെ കാലം വന്നു. ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അമാലേക്ക് ചെയ്തതായ കാര്യം ദൈവം അത് കുറിച്ചു വെച്ച് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ദൈവത്തെയാണ് സേവിക്കുന്നത്. നമ്മുടെ ദൈവം പാപത്തെ എത്ര ഖണ്ഡിതമായി കാണുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഞാനിത് പകൽ ഈ വായനത്തിലൂടെ പോയപ്പോൾ
ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. ദൈവം കുറിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറിച്ച് വയ്ക്കണം. മറ്റുള്ളവരുടെ പാപങ്ങൾ നമ്മൾ കുറിച്ച് വെക്കണോ? ഞാൻ നിങ്ങളിതൊരു ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ കുറിച്ച് വയ്ക്കണ്ട. കാരണം അത് കുറിക്കേണ്ടതുപോലെ കുറിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ആ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ദൈവം നമുക്ക് തന്നുള്ള പ്രമാണം, നമ്മൾ സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. സഹോദരൻ്റെ ഭാഗത്ത് വന്ന പാപങ്ങൾ കുറിച്ചു വയ്ക്കാനോ അതിൻ്റെ രേഖ സൂക്ഷിക്കാനോ ഒന്നും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയാവുന്നൊരു പ്രമാണം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. നമുക്കുള്ള പ്രമാണം എന്താണ്? നമ്മൾ ദീർഘമായി പഠിച്ച പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ മത്തായി 6:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം. വിശദാംശം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സഹോദരൻ്റെ പാപം കുറിച്ചു വയ്ക്കാനും ന്യായം ചോദിക്കാനുമുള്ളതായ അനുവാദമില്ല. ഒരു റെഫറൻസോടെ എഴുതിയിട്ടോ, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്യം. ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നീ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദൈവം കുറിച്ച് വയ്ക്കുന്നുള്ള ഈ കാര്യം ഓർത്തപ്പോൾ ദൈവം കുറിച്ചോട്ടെ, നമ്മൾ കുറിക്കാനൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ ഉന്നതമായ പാഠം പ്രായോഗികമാക്കി ജീവിക്കാൻ സാധിച്ചാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രായോഗികതയിൽ അത് വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമായിരിക്കും. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, തലമുറകൾ പിന്നിട്ടാലും പാപത്തിന്മേലുള്ള സന്ദർശനം ഒഴിവാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സംഭവത്തിൽ കാണുകയാണ്. തലമുറകൾ എത്ര പിന്നിട്ടു, പക്ഷേ പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സന്ദർശനം ഒഴിവാക്കപ്പെടുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പോട്ടെ എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ നീതി അങ്ങനെ വിചാരിക്കയില്ല എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പരിചയമുള്ള 2 റെഫറൻസ് കുറിച്ചിട്ടാൽ മതി. 2 തിമോഥെയോസ് 36-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 70 വർഷം ഇസ്രായേൽ മക്കളെ പ്രവാസികളായി ബാബേലിൽ കൊണ്ടുപോയി പാർപ്പിച്ചത് എന്തിനാണെന്ന് അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ദീർഘമായ വർഷങ്ങൾ ദേശം ശബത്തിടാനുള്ളതായ കൽപ്പന ഇസ്രായേൽ മക്കൾ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് 7-ാം വർഷവും ഭൂമി കൃഷി ചെയ്ത് ആദായമുണ്ടാക്കി എന്നുള്ളതിൻ്റെ സന്ദർശനം പിൻതലമുറകൾ ഒരുമിച്ച് അനുഭവിക്കാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ അമാലേക്ക് ഈ ചെയ്ത കാര്യങ്ങളുമൊക്കെ ചെയ്ത ആളുകളൊക്കെ മരിച്ചുപോയി കാണും. പക്ഷെ അവരുടെ പിൻതലമുറ അവരുടെ പിതാക്കന്മാരുടെ പാപത്തിൻ്റെ കണക്ക് തീർക്കേണ്ടി വന്നു എന്നുള്ളത് എത്രയോ ഭയത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ കൂടെ കൂടെ ഓർക്കുന്നൊരു വാക്യമുണ്ടല്ലോ, ഹോശേയ-പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട്, ഒന്ന് പൂരിപ്പിക്കാമോ? ഞാനും നിൻ്റെ മക്കളെ മറക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം പാപത്തെ സന്ദർശിക്കുമ്പോൾ അതെത്ര വർഷമായി എന്നുള്ളതൊന്നും ദൈവം കണക്കാക്കുന്നില്ല എന്നുള്ളത് എത്രയോ ഗൗരവതരമായിട്ടുള്ളതായൊരു സത്യമാണ്. മൂന്നാമത്തെ സത്യം, ദൈവജനത്തിന് എതിരെയുള്ള പാപം ദൈവത്തിനെതിരെയുള്ള പാപമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അമാലേക്ക് ഇസ്രായേൽ മക്കൾക്കാണ് ദോഷം ചെയ്യാനിടയായിട്ട് തീർന്നത്. പക്ഷെ ദൈവം ഇപ്പോൾ പറയുക, ഞാനിത് കുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഈ കാര്യത്തിൻ്റെ ശിക്ഷ നടത്തണം എന്ന് ഓർപ്പിക്കുക. ഞാൻ ഈ പ്രമാണം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ നിയമത്തിലൊരു ചരിത്രം വന്നു കാണുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ റെഫറൻസ് പറയുമ്പോൾ വരും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഇതാരുടെ വാക്കാണ്? നമ്മുടെ കർത്താവിൻ്റെ വാക്കാണ്. ആരോട് പറയുന്നതാണ്? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ചെയ്യുന്ന ഉപദ്രവം അത്
ദൈവത്തിന് ചെയ്യുന്നതായിട്ട് ദൈവം കണക്കാക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ശിക്ഷയുടെ വ്യക്തത ദൈവം തൻ്റെ ശൗലിനോട് പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതാണെങ്കിലും ഈ ചില കാര്യങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അത് ഓർപ്പിക്കുകയാണ്. ശിക്ഷയുടെ വ്യക്തത ദൈവം തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് ശൗലിന് അത് മയപ്പെടുത്താൻ രാജാവാണെങ്കിലും അതിന് ഇളവ് കൊടുക്കാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു കാര്യയുടെ ഈ ചരിത്രത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ വായിച്ച വാക്യത്തിൽ അതില്ലെങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ അത് വായിച്ചുകൊണ്ടിരുന്നതായതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ഈ നേരിട്ട പ്രയാസത്തിൽ അമാലേക്കിനോട് ദൈവം നീതി നടത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ജാതിയോട് ദൈവം മുന്നമേ പറഞ്ഞു നിങ്ങൾ ഒഴിഞ്ഞു പൊക്കളാൻ പറഞ്ഞു. ആരോടെ പറഞ്ഞത്? കേന്യരോട് പറഞ്ഞു നിങ്ങൾ ഒഴിഞ്ഞു പൊക്കണം. അതിൻ്റെ കാരണം എന്നെ വളരെ സന്തോഷിപ്പിച്ചതായൊരു കാരണമാണ്. കാരണം ഇസ്രായേൽ മക്കൾക്ക് എതിരെ അമാലേക്ക് നിന്നപ്പോൾ കേന്യർ അവരോട് ദയ ചെയ്തു എന്നുള്ളത് അതും ദൈവം വളരെ ശ്രദ്ധയോടെ കരുതിയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോകട്ടെ. ദൈവം നമുക്ക് എന്നുള്ള കൊച്ചു ജീവിതം ആളുകൾക്ക് ദ്രോഹം ചെയ്യാനല്ല, പിന്നെയോ ആളുകൾക്ക് ഗുണം ചെയ്യാനായിട്ട്, നന്മ ചെയ്യാനായിട്ട്, ദയ കാണിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തെ നമ്മുടെ കർത്താവ് എടുത്തു പറയുമ്പോഴും അതിന്മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തൽ നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഉപസംഹരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ അഴയ്ക്കുകയല്ല, പിന്നെയോ ആ നിയമം പറഞ്ഞിട്ട് അതിൻ്റെ ശിക്ഷ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ നമ്മുടെ കർത്താവ് എത്രയോ ഗൗരവമായി ഉറപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കുന്നു. ചില കാര്യങ്ങളൂടി ഞാൻ ഇന്ന് രാത്രി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അങ്ങോട്ട് നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന കർത്താവ് പറഞ്ഞിട്ട് ശിക്ഷയും പറഞ്ഞിട്ട് ഇതിന്മേൽ വിജയം വരിക്കാനുള്ളതായ വളരെ മനോഹരമായൊരു മാർഗം കൂടി കർത്താവ് പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ വചനം അറിയാവുന്നതായതുകൊണ്ട് അതിൻ്റെ മാർഗം, കർത്താവ് പഠിപ്പിച്ച മാർഗം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല ചെയ്യുന്നതിന് ന്യായപ്രമാണം പറയുന്നുള്ളൂ. കർത്താവ് എന്താ ചേർത്ത് പറഞ്ഞത്? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ഈ വാക്ക് അതുപോലെ അങ്ങ് ഉൾക്കൊണ്ടാൽ, ഇതുപോലെ പ്രായോഗികമാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര മനോഹരമായിട്ട് ദൈവം തന്ന സാഹോദര്യ ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതിനല്പം വിശദീകരണം പറയാനായിട്ട് ആവശ്യമുണ്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രബോധനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതുപോലെ വിശ്വസിച്ച്, അതുപോലെ അനുസരിച്ച് ഏറ്റവും വിജയകരമായിട്ട് നമുക്ക് ഈ മേഖലയിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.